ഞാൻ ആയിരുന്ന സ്ഥലത്ത് ഒരു 3200 രൂപയ്ക്ക് ഞാൻ മാസ ശമ്പളത്തിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് തൃശ്ശൂരുള്ള ഒരു അമ്മച്ചി, ജീസസ് യൂത്തിന്റെ ഒരു അമ്മച്ചി പറഞ്ഞു തന്നാണ്, ദശാംശം കൊടുക്കുന്നതിൽ സന്തോഷ് തുടക്കമിട്, അപ്പം ദൈവം ഇടപെട്ടോളും. അങ്ങനെയാണ് ഞാൻ അന്ന് ശാലോം TV തുടങ്ങുന്ന സമയത്താണ് 315 രൂപ പോസ്റ്റ് ഓഫീസിൽ 300 രൂപ അയച്ചു കൊടുക്കും, 15 രൂപ ചാർജും കൂടെ അയച്ചു കൊടുക്കാൻ. പിറ്റത്തെ മാസം എനിക്കത് 6200 എനിക്ക് മാറ്റം വന്നു. പിന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പല രീതിയിലും ദൈവം ക്രമീകരിച്ച് അത് രണ്ടാമത് 12,000 24,000 അങ്ങനെ ദശാംശം കൊടുക്കുന്നതിൽ കൃത്യമായി മലാക്കി 3:10 പറയുന്നത് പോലെ ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവേൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവേൻ. അതാണ് വചനം പറയുന്നത്. തമ്പുരാൻ എത്രമാത്രം കൊടുക്കുന്നോ അതിന്റെ 100 ഇരട്ടിയായിട്ടാണ് നമുക്ക് പിന്നെ അടുത്ത മാസം തമ്പുരാൻ അതുപോലെ വർക്കുകൾ തരുന്നതും അതുപോലെ തന്നെ സാലറി കിട്ടുന്നതും. അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിത സാക്ഷ്യം തന്നെ അതാണ്. കാരണം ഇത്രയും മനോഹരമായൊരു ഭവനം നൽകി മക്കൾക്ക് വീടിനുള്ളിൽ തന്നെ കളിക്കാനുള്ള അത്രമാത്രം സ്പേസ് ഒക്കെ തന്നത് തന്നെ ഈ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്, അല്ലാണ്ട് നമ്മുടെ കഴിവൊന്നുമല്ല. കാരണം നമ്മൾ വന്ന സാഹചര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ യാതൊരു യോഗ്യതയില്ല. മക്കളെ പ്രതി ഈ 10 മക്കളെ തമ്പുരാൻ തന്നതുകൊണ്ടും ദശാംശം തമ്പുരാനെ കൊടുത്തതിന്റെ ആ ഒരൊറ്റ ഉത്തരവാണ് നമ്മളിങ്ങനെ ഇത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട് നിൽക്കാനുള്ള കാരണം.